ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയ്ക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വിഷ്ണു വണ്ടി എടുത്തിട്ട് ഇപ്പോൾ എത്ര കൊല്ലമാടാ? ഇപ്പോൾ 3.5 കൊല്ലം. എടുത്ത പാടെ നമ്മൾ റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ പിന്നെ 50,000 നോക്കി ചെയ്തേ. ഒരു വർഷം കഴിയുമ്പോഴേക്കും 50,000 ഇപ്പോൾ ഈ വണ്ടി 1.5 ലക്ഷം കിലോമീറ്ററിന് മേലെ ഓടിയിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഈ വണ്ടിന്റെ അവസ്ഥ? എന്തെങ്കിലുമൊക്കെ പണി കിട്ടിയിട്ടുണ്ടോ? അതോ ഈ വണ്ടി ഇനിയിപ്പോൾ പുതിയതായിട്ട് ഒരാൾക്ക് എടുക്കാൻ പറ്റുന്ന ഒരു കണ്ടീഷൻ ആണോ? ഡീസൽ ഈ ഒരു ടൈപ്പ് വണ്ടി ബേസിക്സ് അല്ലേ ഇത് എടുക്കാൻ പറ്റുന്ന വണ്ടിയാണോ എന്നെല്ലാം നമുക്ക് ഇവനോട് തന്നെ ചോദിച്ചൊന്ന് മനസ്സിലാക്കാം. എന്താ ഈ വണ്ടിനെ കുറിച്ചുള്ള നിന്റെ അഭിപ്രായം എന്താ? നീ എടുത്തിട്ട് നിനക്ക് ഓക്കെ ആണോ അതോ മോശമാണോ? അല്ല, എന്നെ സംബന്ധിച്ച് നല്ലൊരു അഭിപ്രായം. നല്ല അഭിപ്രായം അല്ലേ? അപ്പൊ പിന്നെ 1.5 ലക്ഷത്തിന്റെ മേലെ ഓടിയില്ല. കറക്റ്റ് എത്ര കിലോമീറ്റർ ഓടി? ഇതിപ്പോ 1,56,000 മുകളിൽ കുറിക്കുന്നുണ്ട്. 1.5 ലക്ഷം കിലോമീറ്റർ മേലെ ഓടി. എഞ്ചിൻ പരമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടാവും? എഞ്ചിൻ പരമായിട്ട് ഒരു പ്രശ്നം വന്നിട്ടില്ല. ഇല്ല അല്ലെ? ആകെ നമ്മൾ ഇതിന്റെ ക്ലച്ച് മാത്രമേ അയച്ചിട്ടുള്ളൂ. ക്ലച്ച് അത് എത്ര കിലോമീറ്ററിലാണ് ക്ലച്ച് അയച്ചേ? ക്ലച്ച് ഒരു 87 അയക്കുന്നുണ്ടാവും. 87,000 അയച്ചല്ലേ? അത് നോർമലാടാ, കുഴപ്പമൊന്നുമില്ല. അത്രയും കിട്ടിയില്ലേ? അല്ല, അത് കഴിഞ്ഞിട്ട് പിന്നെ ക്ലച്ചിന് എന്തെങ്കിലും പ്രശ്നം വന്നോ? ഇല്ല അല്ലെ? അല്ലാതെ എന്തെങ്കിലും ഒരു പ്രശ്നം ഈ വണ്ടി മൈലേജ് പരമായിട്ടോ പിന്നെ വേറെ എന്തെങ്കിലും ഒരു പ്രശ്നം നീ നേരിട്ടതായിട്ടുണ്ടോ? ഇല്ല, എനിക്ക് അത് മാത്രമേ ഒരു പ്രശ്നം തോന്നി. അതെ അല്ലെ? അതായത് ഇനിയിപ്പോ ഒരാൾ ഈ വണ്ടി എടുക്കുന്നുണ്ട്, നീ സജസ്റ്റ് ചെയ്യുന്നുണ്ടോ? എന്നെ സംബന്ധിച്ച് നല്ലൊരു വണ്ടിയാണ്, ഞാൻ സജസ്റ്റ് ചെയ്യും അല്ലേ? കുഴപ്പമില്ല. നിന്നെ അപേക്ഷിച്ചിട്ട് നിനക്ക് ഓക്കെ ആണ്. അതെ. അപ്പോൾ ഈ വണ്ടി എടുത്തിട്ട് നീ സാറ്റിസ്ഫൈഡ് ആണ്, നിനക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. ബോഡിയിൽ എവിടെയെങ്കിലും തുരുമ്പ് വരുന്നതായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടോ? നമ്മുടെ ഫ്രെയിമിലുണ്ടായിരുന്നു, ഇത് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതെ, ഫ്രെയിമിൽ തുരുമ്പ് വന്നിട്ടുണ്ടായിരുന്നു. ചെറുതായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അത് പെയിന്റ് അടിച്ചപ്പോൾ ക്ലിയർ ആക്കിയതാണോ? അതൊന്ന് ലെവലാക്കി. ഓക്കെ. പിന്നെ അല്ലാതെ എവിടെയെങ്കിലും നമ്മുടെ പാസഞ്ചർ സൈഡിന്റെ ഫ്രണ്ട് ക്യാബിന്റെ മുന്നിലായി ചവിട്ട് നിരത്താ? ഓക്കെ. അത് ചില വണ്ടികൾക്ക് അത് കാണലുണ്ട്. ഇതിപ്പോ ശരിക്കും നീ എത്രയായി ഈ വണ്ടി എടുത്തിട്ട്? ഞാൻ 23 എടുത്തേ, ജനുവരിയിൽ. 23 ജനുവരി അല്ലേ? അപ്പൊ 3 വർഷമായിട്ടുള്ളൂ. 3 വർഷം ഇപ്പൊ 7 മാസമായില്ലേ? 3.5 കൊല്ലായി അല്ലേ? അപ്പൊ നിലവിൽ അടവിട്ടിട്ടല്ലേ നീ അതെടുത്തേ? അത് അടവൊക്കെ ക്ലോസ് ആയി. നീ ഏതൊരു സ്കീമിലല്ലേ എടുത്തത്? അതെന്തായിരുന്നു അത്? PMEGP. അതെ അല്ലേ? പിന്നെ അത് നിനക്ക് ഇത് കിട്ടിയോ? ഒരു പൈസ സബ്സിഡി ഉണ്ടായിരുന്നല്ലോ, അത് കിട്ടിയിട്ടാണ് ക്ലോസ് ചെയ്തത് അല്ലേ? അതിലൊന്നും വേറെ പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ലല്ലോ? ഇല്ല, അതിന് വലിയ കുഴപ്പമൊന്നും ഇല്ല അല്ലേ? ഓക്കെ. അപ്പൊ നീ ഈ വണ്ടിയിൽ സാറ്റിസ്ഫൈഡ് ആണ്. പിന്നെ ഓടി തന്നെയല്ലേ അടവ് അടച്ചിട്ടുള്ളത്? ഒരാൾക്ക് ധൈര്യമായിട്ട് ഈ ഒരു കുട്ടി ഡീസൽ എടുത്തിട്ട് ഓടി മുന്നോട്ട് ജീവിക്കാൻ പറ്റുന്ന പ്രതീക്ഷ നിനക്ക് ഉണ്ടാവും? നിനക്ക് എത്രയായിരുന്നു അടവ് വന്നിരുന്നത്? എനിക്ക് 6,500 അല്ലേ? അത് സുഖമായിട്ട് ഇത് ഓടിയിട്ട് എടുക്കാൻ പറ്റും. മൈലേജിന്റെ കാര്യത്തിലൊന്നും കുഴപ്പമില്ലല്ലോ? ഇല്ല. ഓക്കെ ആണല്ലേ? പിന്നെ പണി നമ്മൾ രണ്ടാമത് അതിന് ശേഷം, അതായത് വണ്ടി എടുത്ത് പിന്നീടല്ലേ നമ്മൾ പണിയെടുത്തത് അല്ലേ? അടവ് തീർന്നിട്ടല്ലല്ലോ, അതിന് മുന്നേ നീ പണിയെടുപ്പിച്ചില്ലായിരുന്നോ? അത് ബ്രേക്കിന് ചെയ്തില്ല. ഫസ്റ്റ് ബ്രേക്കിന് ചെയ്തേ. അപ്പൊ 2 വർഷം കഴിഞ്ഞപ്പോൾ ചെയ്തു. അതൊരു ആഗ്രഹമായിരുന്നു അല്ലേ? പിന്നെ വൈപ്പറൊക്കെ മാറ്റിയിട്ടുണ്ട്. ഇത് വെഗണറിന്റെ ബേക്ക് അല്ലേ? കുഴപ്പമൊന്നുമില്ല, നല്ലതല്ലേ? അപ്പോൾ ഈ വീഡിയോയിൽ എന്താ ഞാൻ ഉദ്ദേശിച്ചെന്ന് വെച്ചാൽ, ആദ്യം എടുത്തപ്പോൾ എടുത്തിരുന്നു, പിന്നെ 50,000 നമ്മൾ എടുത്തു. 1.5 ലക്ഷം കിലോമീറ്റർ കഴിഞ്ഞു പോയി വണ്ടി. എഞ്ചിൻപരമായിട്ട് പ്രശ്നങ്ങളൊന്നുമില്ല. ഇല്ല. അപ്പോൾ ധൈര്യമായിട്ട് എടുക്കാം. നീ കറക്റ്റ് സർവീസും കാര്യങ്ങളും കറക്റ്റ് ചെയ്യുന്നുണ്ടോ? സർവീസ് ചെയ്യുന്നുണ്ട്. എത്രയല്ല ചെയ്യല്? ഞാൻ 8,000. 8,000 കമ്പനി എത്രയാ പറയുന്നത്? കമ്പനി 5-10 ആണ്. 5 ടോപ്പും 10 ഓയിൽ സർവീസ് ആണ് പറയുന്നത്. 5 ജസ്റ്റ് ഒന്ന് നോക്കണം, അത്രയല്ലേ ഉള്ളൂ അല്ലേ? ഞാൻ 2 അടുക്കായിട്ട് 8,000 ചെയ്തു. അപ്പൊ 10,000 സർവീസ് ചെയ്യണമെന്നാണ് കമ്പനി പറയുന്നത്. ഓയിൽ എന്തായാലും ചേഞ്ച് ചെയ്യണം. അപ്പോൾ കൃത്യമായിട്ട് സർവീസ് ചെയ്ത് കൊണ്ട് നടക്കണത് 1,50,000 എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല കിലോമീറ്റർ ആണ്. മര്യാദയ്ക്കാണെങ്കിൽ ഒരു 3 ലക്ഷം ഓടാൻ പറ്റുമായിരിക്കും എന്ന് വിചാരിക്കാം അല്ലേ? കിട്ടട്ടെ അല്ലേ? അപ്പം ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഈ ഒരു കുട്ടി ഡീസൽ എടുക്കാമെന്നാണ് ഇവന്റെ ഒരു അഭിപ്രായത്തിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് അല്ലേ? നമ്മൾ പിന്നെ കൊണ്ടു നടക്കുന്ന പോലെ ഉണ്ടാവും. പിന്നെ ഇപ്പൊ 3 വർഷം അല്ലെ? 3 വർഷം കൊണ്ട് 1.5 കിലോമീറ്റർ ഓടി. അപ്പൊ ഒരു വർഷം ചുരുങ്ങിയത് 50,000 കിലോമീറ്റർ ഓടുന്നുണ്ട്. ഇതിന്റെ പിന്നടിച്ച് തന്നെ 1 ലക്ഷത്തിന് കഴിഞ്ഞിട്ടാ. 1 ലക്ഷം വരെ പിന്നടിച്ചു. 1 ലക്ഷം വരെ ഓടി അല്ലേ? എന്നിട്ട് രണ്ടാമത് അടിച്ചിട്ട് പിന്നെ പ്രശ്നം ഉണ്ടാവും? പിന്നെ കുഴപ്പമില്ല. ഇപ്പൊ 50,000 കിലോമീറ്ററോളം പിന്നെയും കിട്ടി അല്ലേ? ഫസ്റ്റ് കമ്പനി പിന്നെ അത്യാവശ്യം നല്ല ലോങ് പിടിച്ച്, പിന്നത്തെ അടിച്ചത് രണ്ടാമത്തെ സർവീസ് ആകുമ്പോഴേക്കും പോയിണ്ടായിരുന്നു. രണ്ടാമത് അടിച്ചതാ? അപ്പോ കമ്പനി ഫസ്റ്റ് അടിച്ചത് 1 ലക്ഷം കഴിഞ്ഞിട്ട്, രണ്ടാമത് അടിച്ചതോ? അത് 2 സർവീസ് പോയല്ലേ? പിന്നെ അടിച്ചിട്ടോ? പിന്നെ ഇപ്പൊ കുഴപ്പമില്ല. ഇപ്പൊ ഇങ്ങനെ ഗ്രീസ് ഒക്കെ അടിച്ചു പോകുന്നു. അതെ അല്ലേ? പിന്നെ ഇതിന് മെയിൻ ആയിട്ട് ഗ്രീസ് അടിക്കണം. എപ്പോഴും എല്ലാ ഭാഗത്തും ഗ്രീസ് ഒഴിവാകുന്ന സമയത്ത് നമ്മൾ ഗ്രീസ് ചെയ്ത് കൊടുത്തില്ലെങ്കിൽ പ്രശ്നമാണ്. എനിക്ക് തോന്നുന്നു 1,000-1,500 കിലോമീറ്റർ ഓടുമ്പോൾ ഗ്രീസ് അടിക്കണം. ബെയറിങ്ങിനും ഗ്രീസ് അടിക്കണ്ടേ? വീൽ ബെയറിങ്ങിനും. അതങ്ങനെയാണ് അതിന്റെ ഒരു സിസ്റ്റം കുട്ടി ഡീസലിന്റെ. അപ്പനെ അപേക്ഷിച്ചിട്ട് ഇവിടെ 3 ഉണ്ട്, അവിടെ ഉണ്ട്. പിന്നിനും അല്ലേ ഗ്രീസ് അടിച്ച് കൊണ്ടു നടക്കണം. അത് എനിക്കൊരു പ്രശ്നമായിട്ട് തോന്നിയിട്ടുണ്ട്. ഗ്രീസ് അടിച്ചിട്ടില്ലെങ്കിൽ വണ്ടി ഒരു സ്മൂത്ത് ആയിരിക്കില്ല. പിന്നെ അതിന്റെ ആക്സിലേറ്റർ കേബിൾ ഇതുവരെ പൊട്ടിക്കില്ല. ഈ 1.5 ലക്ഷം കിലോമീറ്റർ ഓടിയിട്ട് ഇതുവരെ പൊട്ടിയിട്ടില്ലേ? കമ്പനി വന്ന കേബിൾ ഇതുവരെ പൊട്ടിയിട്ടില്ലേ? ക്ലച്ചിന്റെയോ? ക്ലച്ചിന്റെ പൊട്ടിക്കുന്നുണ്ട്. ഇതിന്റെ ഒരു ടൈറ്റ് കാരണം ഒരു മാറ്റി മാത്രമേ ഉള്ളൂ. ഏത് ആക്സിലേറ്റർ കേബിൾ? പൊട്ടിയിട്ടില്ല, മാറ്റി. അതെപ്പോഴാ മാറ്റിയേ? അത് 2-3 സർവീസ് മുന്നെയാണ്. ഈ 1 ലക്ഷത്തിനൊക്കെ മേലെ കഴിഞ്ഞിട്ടാ? അത് അത്ഭുതം തന്നെയാട്ടോ. എനിക്കൊക്കെ ആക്സിലേറ്റർ കേബിൾ ഇടയ്ക്കിടയ്ക്ക് പൊട്ടും, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ഗിയർ കേബിളുകളൊക്കെയോ? ഗിയർ കംപ്രഷന്റെ കംപ്രഷന്റെ പൊട്ടിയിട്ടുണ്ടല്ലേ?
അത് ഒറ്റ പ്രാവശ്യം മാറ്റി അതെ അല്ലേ. പിന്നെ കുട്ടി ഡീസലിന്റെ കേബിളുകളൊക്കെ അത്യാവശ്യം ആപ്പേനെ അപേക്ഷിച്ച് കട്ടിയുള്ളതായിരിക്കും. അപ്പോൾ വിഷ്ണുവിന്റെ അഭിപ്രായത്തിൽ ഈ വണ്ടി ധൈര്യമായിട്ട് എടുക്കാം, കുഴപ്പമില്ല. അത്യാവശ്യം മൈലേജ് 30 മേലെ മൈലേജ് കിട്ടുന്നുണ്ടോ? തീർച്ചയായിട്ടും കിട്ടുന്നുണ്ട് അല്ലേ. മൈലേജിന്റെ കാര്യത്തിൽ ഒന്നും പ്രശ്നമൊന്നുമില്ല. ഓയിൽ കുറയുന്നതായിട്ട് എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഇല്ല, അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല അല്ലേ. ഇതിപ്പോ ഈ വണ്ടി എടുത്ത് കൂളന്റ് ഒക്കെ ഉള്ള വണ്ടിയാണ്, ഇത് ഒഴിക്കേണ്ട പോലും വന്നിട്ടില്ല. അതൊന്നും ആ ഭാഗം നോക്കേണ്ടി വന്നിട്ടില്ല അല്ലേ. സർവീസിലൊക്കെ കമ്പനി സർവീസ് തന്നെയല്ലേ. സെൻസറിന്റെ ഭാഗത്ത് ഒരു കുഴപ്പം വന്നിട്ടില്ല അല്ലേ. സെൻസറിന്റെ ഒന്നും ഇതങ്ങനെ പ്രശ്നം പറഞ്ഞ് കേട്ടിട്ടില്ല. പേര് മാത്രമേ ഉള്ളൂ തോന്നുന്നു. അതെ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഓട്ടോ ഫീൽഡിലേക്ക് വരുമ്പോൾ ഈ വണ്ടി നിങ്ങൾക്ക് പിന്നെ ഞാൻ സജസ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു വണ്ടിയായിട്ട് എനിക്ക് തോന്നി. കുഴപ്പമില്ല, നിന്റെ അഭിപ്രായത്തിൽ ഓക്കെ അല്ലേ? പ്രശ്നങ്ങളൊന്നും തോന്നിയിട്ടില്ല. ഓക്കെ, 1.5 ലക്ഷം കിലോമീറ്റർ ഓടിയിട്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞാൽ അത് നല്ല കാര്യം തന്നെയാണ് കേട്ടോ. എന്നാൽ നമുക്ക് ഈ വീഡിയോ നിർത്തിയാലോ? പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.